ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BANE 114 വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സോ ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിഷ്വൽ ആന്ത്രപ്പോളജി ആണ്. അതായത് എന്താണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളതിനെ കുറിച്ചൊരു ആമുഖമാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കിട്ടുന്നത്. മീൻസ് അതിന്റെ ചെറിയ ചില ഡെഫിനിഷൻസും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങും എങ്ങനെയാണ് ഇതുവരെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആയിട്ടുള്ള മീഡിയ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളതുമാണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുള്ളത് നോക്കാം. സോ നമുക്ക് വിഷ്വൽ ആന്ത്രപ്പോളജിയിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ആന്ത്രപ്പോളജി എന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പം ഹ്യൂമാനിറ്റിയെ കുറിച്ചുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. അതിനകത്ത് കൂടുതലായിട്ടും കൺസേൺഡ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആസ്പെക്ട് എന്ന് പറയുമ്പം ഹ്യൂമൻ ബിഹേവിയർ, കൾച്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബയോളജി ആൻഡ് മനുഷ്യരുടെ സൊസൈറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഇതിനെ എല്ലാത്തിനെയും പാസ്റ്റിലും പ്രസന്റിലും എങ്ങനെയായിരുന്നു, ഇത് ഹ്യൂമാനിറ്റിയുമായി എങ്ങനെ കണക്റ്റഡ് ആണ് എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രീയ ശാഖയാണ് നമ്മൾ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമുക്ക് പറഞ്ഞു ഹ്യൂമാനിറ്റിയെ കുറിച്ചുള്ള, അതായത് മനുഷ്യന്റെ കൾച്ചറിനെയും ട്രഡീഷനെയും ഒക്കെ കുറിച്ചുള്ള, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് നമ്മുടെ ഈ ഒരു ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കൺസേൺ ചെയ്യുന്നത്, അതായത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, വിച്ച് ഈസ് കൺസേൺ വിത്ത് നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ എങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, നമ്മുടെ ഇവല്യൂഷൻ, മനുഷ്യൻ എങ്ങനെയാണ് ഇവല്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്, നമ്മുടെ സമൂഹങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഭാഷാപരമായിട്ടുള്ള മാറ്റങ്ങൾ അത് പണ്ടും ഇപ്പോഴും എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഓവറോൾ ആയിട്ട് ഒരു മനുഷ്യനെ കുറിച്ചുള്ള പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സയന്റിഫിക് ഫീൽഡാണ് നമ്മുടെ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആന്ത്രപ്പോളജിക്ക് ചില സബ് ഫീൽഡുകളുണ്ട്. അതിലൊന്നാണ് കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ കൾച്ചറിനെയും ട്രഡീഷനെയും ബിഹേവിയറിനെയും കുറിച്ച് പഠിക്കുന്നതാണ് കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ വരുന്ന മറ്റൊരു ഫീൽഡാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ മെറ്റീരിയൽ റിമൈൻസിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ കൾച്ചറിനെ പഠിക്കുന്ന ഒന്നാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനോ അല്ലെങ്കിൽ മറ്റ് പല പുരാതനമായിട്ടുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റിമൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെ. അവരുടെ കൾച്ചർ എന്തായിരുന്നു, അവരുടെ മേജർ ആയിട്ടുള്ള ഒക്കുപ്പേഷൻസ് എങ്ങനെയായിരുന്നു, അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, ഇതെല്ലാം നമുക്ക് മനസ്സിലായത് ആ ഒരു റിമൈൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ പഠിക്കുന്ന ഒരു ശാഖയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ വരുന്ന മറ്റൊരു ഫീൽഡാണ് ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഹ്യൂമൻ ഇവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ഒന്നാണ്. അതായത് ജെനറ്റിക്സ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ മനുഷ്യരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, കുറച്ചുകൂടെ ജൈൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ്, ശരീരഭാരം നമ്മളെ പോലെയല്ല, തൂക്കം കൂടുതലാണ്, ഉയരം കൂടുതലാണ്, ജൈൻ്റ് ബോഡിയാണ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമ്മളെന്താണ് ബയോളജി ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഫീൽഡാണ് ബയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ജനറലി ആന്ത്രപ്പോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക് ഫീൽഡാണ്. ഹ്യൂമാനിറ്റിയെ കുറിച്ചാണ് അതിനകത്ത് പഠിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ ലിംഗ്വിസ്റ്റിക്സ്, ഭാഷകളെക്കുറിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെക്കുറിച്ചും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു ശാഖയാണ് നമ്മുടെ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റിൽ വരുന്ന വിഷ്വൽ ആന്ത്രപ്പോളജിയെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് നോക്കാം. ഈ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത് മാർഗരറ്റ് മീഡ് ആണ്. 1960s ഇങ്ങനെ ഒരു ടേം ആദ്യമായിട്ട് അവർ കോയിൻ ചെയ്യുന്നത്. എന്നാൽ ഈ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് കുറച്ച് കോൺട്രോവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇതിനെ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതും. ജെയ് റൂബി എന്ന് പറയുന്ന ഒരു വിഷ്വൽ ആന്ത്രപ്പോളജിസ്റ്റ് ഈ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന ടേമിന് പകരം വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടുന്ന ആന്ത്രപ്പോളജി, അതായത് ആന്ത്രപ്പോളജി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അവരിതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും പല കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ടേമിനെ ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത് മാർഗരറ്റ് മീഡാണ്. 1960s കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെ തന്നെ ഒരേ കോണ്ടെക്സ്റ്റിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തുകൊണ്ടാണ് പലരും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടേമിനെ തന്നെ ജെയ് റൂബി യൂസ് ചെയ്യുന്ന ആന്ത്രപ്പോളജി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ദെൻ സാറ പിങ്ക് ആർഗ്യൂ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ വിഷ്വൽസിനെയും വിഷ്വൽ കമ്മ്യൂണിക്കേഷനെയും കുറിച്ചാണ് ഡീൽ ചെയ്യുന്നതാണ്. എന്നാൽ ഈ ഒരു വിഷ്വൽസും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും മാത്രമല്ല വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ആന്ത്രപ്പോളജി കൂടി ലിങ്ക്ഡ് ആയിട്ട് വരുമ്പോൾ ഒരു കൾച്ചറിനെയും കൂടി പഠിക്കേണ്ടുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. പക്ഷേ ആ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറയാതെ സാറ പിങ്ക്
ഇതിനെക്കുറിച്ച് പറഞ്ഞത് വിഷ്വൽസ് ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചിലർ അതിനെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ, ഇപ്പം നമ്മുടെ ഹ്യൂമൻ കൾച്ചറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ വിഷ്വൽസ് ഉപയോഗിക്കുന്നത് എന്ന രീതിയിൽ ഡിഫൈൻ ചെയ്തവരും ഉണ്ട്. അല്ല വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു ശാഖയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിലൊരാളാണ് സാറാ പിങ്ക് എന്ന് പറയുന്നത്. ദെൻ സോൾവർത്ത് 1980 അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്നും ആ ഒരു കാലഘട്ടത്തിൽ ഇത് വരാൻ കാരണം ആ ഒരു വേൾഡ് വാറിനെ മറ്റൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പീരീഡിലുള്ള കൾച്ചറിനെയൊക്കെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന് നമ്മൾ ആ ഒരു പീരീഡിലാണ് ആദ്യമായിട്ട് ക്യാമറാസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ ക്യാമറാസ് എമിനൻ്റ് ആയിട്ട് ഡോക്യുമെന്റേഷന് വേണ്ടി യൂസ് ചെയ്തത് വേൾഡ് വാറിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണെന്നും ആ ഒരു പീരീഡിന് ശേഷം എമേർജ് ചെയ്ത് വന്ന ഒരു ടേമാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നുമാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഇനി ജനറലി ഒരു വിഷ്വൽ ആന്ത്രപ്പോളജിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ കൾച്ചറിനെയും ബിഹേവിയറിനെയും വിഷ്വൽ മീൻസിലൂടെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ സംസ്കാരത്തെയും അതുപോലെ തന്നെ ബിഹേവിയറിനെയും വിഷ്വൽ മീൻസ് ആയ ഫിലിംസ്, ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ മീഡിയ ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി പഠിക്കുന്നതിനെയാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വിഷ്വൽ ആന്ത്രപ്പോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് ബിഹേവിയർ ത്രൂ വിഷ്വൽ മീൻസ് സച്ച് ആസ് ഫിലിം, ഫോട്ടോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ മീഡിയ. ഇതാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ജനറലി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു ഹ്യൂമൻ കൾച്ചർ. ഇപ്പം നമുക്ക് എന്താണ് പഴയ കാലത്തെ മനുഷ്യരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അവരുടെ വേഷങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ റിച്വൽസ്, ആചാര അനുഷ്ഠാനങ്ങൾ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് ഈ ഒരു ജനറേഷനിൽ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ജസ്റ്റ് വേർഡ്സിൻ്റെ സഹായത്തോടു കൂടി മാത്രമല്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആരെങ്കിലും ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിനൊരു പരിധി വരെ ചിത്രങ്ങളും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദിമ മനുഷ്യൻ പണ്ട് ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, അപ്പോൾ അതിൽ നിന്നുള്ള അവർ ഹണ്ട് ചെയ്തിരുന്നവരാണ്, ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ്, അവർക്ക് ഒരുമിച്ച് എന്താണ് സോഷ്യൽ ഗ്യാതറിങ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് പിക്ചേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ ഫിലിംസോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൾച്ചർ എന്തായിരുന്നു, ഒരു ജനറേഷൻ്റെ കൾച്ചർ എന്താണ് എന്ന് മറ്റൊരു ജനറേഷനെ അറിയിച്ച് കൊടുക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിയിൽ ആന്ത്രപ്പോളജി ഹ്യൂമാനിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റ് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽസിന് വളരെ വലിയ ഒരു റോളാണ് ഉള്ളത്. സോ ഇതാണ് വിഷ്വൽ ആന്ത്രപ്പോളജിയെ കുറിച്ചുള്ള കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് ഈ ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് മാർഗരറ്റ് മീഡാണ്. 1960s വന്നത്. ഈ ടേമിനെ പലരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. ജെ റൂബി പറയുന്നത് വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന ടേമിന് പകരം ആന്ത്രപ്പോളജി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അദ്ദേഹം ആ ഒരു കോൺസെപ്റ്റിനെ ഉദ്ദേശിച്ചത്. മീൻസ് സംഭവം സെയിം ആണ് പറയുന്നത്, പക്ഷേ അദ്ദേഹം ഈ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാതെ ആന്ത്രപ്പോളജി ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന ടേമാണ് യൂസ് ചെയ്തത്. ആൻഡ് സാറാ പിങ്കിലേക്ക് വരുമ്പോൾ വിഷ്വൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് വിഷ്വൽസിനെയും വിഷ്വൽ കമ്മ്യൂണിക്കേഷനെയും കുറിച്ചുള്ള ഒരു പഠനശാഖയാണെന്നാണ് അവർ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോൾവർത്ത് പറയുന്നത് ഈ ഒരു ടേം തന്നെ കോയിൻ ചെയ്തത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണെന്നും ആ ഒരു സമയത്താണ് മനുഷ്യൻ കൂടുതലായിട്ട് ക്യാമറാസും മറ്റുമൊക്കെ കൾച്ചറിനെയും മറ്റും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തതെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ദെൻ അതുപോലെ എന്താണ് ആന്ത്രപ്പോളജി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് നമ്മുടെ ഹ്യൂമൻ കൾച്ചറിനെയും ബിഹേവിയറിനെയും ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്വൽ മീൻസ് ഉപയോഗിക്കുന്നതാണ്. വിഷ്വൽ മീൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിലിംസ് വരാം, ഫോട്ടോഗ്രാഫി വരാം, ഡിജിറ്റൽ മീഡിയ വരാം. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു പഠനശാഖയാണ് വിഷ്വൽ ആന്ത്രപ്പോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കൾച്ചർ ത്രൂ വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത്. അതായത് വിഷ്വൽ ഇമേജസിന്റെ സഹായത്തോട് കൂടി മനുഷ്യന്റെ സംസ്കാരത്തെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണ് നോക്കുന്നത്. വിഷ്വൽ ഇമേജസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായും 3 കാറ്റഗറീസിലാണ്. അതിൽ ഒന്നാമത്തെയാണ് ഇമേജ് ആസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇമേജ് ആസ് റൈറ്റിംഗ് എന്ന് നോക്കാം. അതായത് കൂടുതലായിട്ടും എത്നോഗ്രാഫിക് റിസർച്ചിൽ നമ്മൾ വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കാനായിട്ട് പോകുന്നത്.
ഫീൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള മെലിനോസ്കിയെ പോലെയുള്ളവർ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ എത്നോഗ്രഫിക് ഡേറ്റയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എലോങ് വിത്ത് റിട്ടൺ ടെക്സ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു എത്നോഗ്രഫിക് റിസർച്ച് നമുക്കറിയാം എന്താണെന്നുള്ളത്. നമ്മളൊരു ഫീൽഡിലേക്ക് പോയിട്ട് അവിടെയുള്ള പാർട്ടിസിപ്പൻസുമായി ഇൻട്രാക്ട് ചെയ്ത് നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്ത് നമ്മുടെ ഹൈപ്പോത്തസിസിനെയൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒരു റിസർച്ച് രീതിയാണ് എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ അപ്പോൾ എത്നോഗ്രഫിക് റിസർച്ചേഴ്സ് പലപ്പോഴും അവരുടെ ആ ഒരു റിട്ടൺ ടെക്സ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എത്നോഗ്രഫിക് ഡേറ്റയ്ക്ക് കുറച്ചും കൂടി ഒരു ഒതൻറ്റിസിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഫീൽഡിലുള്ള ചിത്രങ്ങൾ എലോങ് വിത്ത് റിട്ടൺ ടെക്സ്റ്റിനോടൊപ്പം തന്നെ പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണ രീതിയായിരുന്നു എത്നോഗ്രഫിക് റിസർച്ചിൽ. ബീയിങ് ദെയർ എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ. അതായത് നമ്മൾ ആ ഒരു റിസർച്ച് നടക്കുന്ന പെർട്ടിക്കുലർ ഫീൽഡിൽ റിസർച്ചറിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൾച്ചറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൾച്ചറിനെ പോർട്രേ ചെയ്യുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെ സോഷ്യൽ ഗ്യാതറിങ്സിന്റെ ചിത്രങ്ങളോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിന് കുറച്ചും കൂടി ഒരു ആക്കം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പല എത്നോഗ്രഫിക് റിസർച്ചേഴ്സും അവരുടെ ഡേറ്റയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ആന്ത്രോപോളജിസ്റ്റുകൾ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വായനക്കാർക്ക് അവരെന്താണ് വായിക്കുന്നത് ഒരു കൾച്ചർ നമ്മളുടെ പല ആന്ത്രോപോളജിസ്റ്റുകളും എബൌട്ട് ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ചായിരിക്കും എഴുതുന്നത് അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചൊക്കെ ആയിരിക്കും എഴുതുന്നത് ഓർ അബൌട്ട് സംതിങ് ട്രഡീഷണൽ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റീഡേഴ്സ് വായനക്കാർ വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്ന നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫ്സ് ആഡ് ചെയ്യുന്ന ഒരു രീതി പണ്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റാണ് കുളിക് എന്ന് പറയുന്നത്. സോ അദ്ദേഹവും പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ആണ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫ്സ് ടെക്സ്റ്റുകളെ എൻറിച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുളിക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നരേറ്റീവ് ഉണ്ട്. ഒരു ബ്രസീലിയൻ സിറ്റിയായ സാൽവഡോറിനെ കുറിച്ചാണ്. സാൽവഡോറിലുള്ള ഒരു വിഭാഗം ട്രാൻസ്ജെൻഡർ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ ജീവിതത്തെക്കുറിച്ചൊരു നരേറ്റീവ് ഉണ്ട്. അപ്പോൾ ആ നരേറ്റീവിനകത്ത് ഇവരെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേഷൻ എന്താണ് എങ്ങനെയാണ് അവരുടെ ഈ ഒരു തൊഴിലിലേക്ക് വരാനുള്ള പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് അവരെ ലീഡ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അവരുടെ റിലേഷൻഷിപ്പുകൾ എങ്ങനെയാണ് ഇങ്ങനെ ഓവറോൾ ആയിട്ട് സാൽവഡോറിലുള്ള ട്രാൻസ്ജെൻഡർ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചുള്ളൊരു വലിയ നെറേറ്റീവാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ നെറേറ്റീവ്സിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലി റിലേഷനെ പോർട്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അനലൈസ് ചെയ്യുന്നതിനായിരുന്നു നെറേറ്റീവ് കൊണ്ടുവന്നത്. എലോങ് വിത്ത് നമ്മളത് വായിച്ചു വിടുന്നതിനോടൊപ്പം അവരുടെ ലൈഫിനെ പോർട്രേ ചെയ്യുന്നതിൻ്റെ വളരെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള എലമെൻസിൻ്റെ ഫോട്ടോസും അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇദ്ദേഹമാണ് എങ്ങനെ ഫോട്ടോഗ്രാഫ്സ് ടെക്സ്റ്റിനെ എൻറിച്ച് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ആർഗ്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ജെറി ജേക്കബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സൺ സിറ്റി എന്ന് പറയുന്ന ഒരു എത്നോഗ്രാഫിക് ഡിസ്ക്രിപ്ഷനകത്ത് ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് റിട്ടയർഡ് ആയിട്ട് ജോലിയൊക്കെ വിരമിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അവരുടെ ലോൺലിനെസ് അതുപോലെ തന്നെ ക്ലൈൻലിനെസ് അവരുടെ ഒരു വിജനതയെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഒക്കെ എങ്ങനെയാണ് അവരുടെ ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹവും ചിത്രങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദെൻ അതുപോലെ ഡേറ്റ് കുറച്ചുകൂടി സപ്പോർട്ട് ആക്കാനായിട്ടാണ് ഇവരെല്ലാം ചിത്രങ്ങളെ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഇപ്പോൾ അതിനൊരു ജനറൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് സൈഡിൽ പലപ്പോഴും പല പത്രവാർത്തകളോടൊപ്പം ഇപ്പോൾ അപകടം ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രളയം ആയിക്കോട്ടെ എർത്ത് ആയിക്കോട്ടെ ഇങ്ങനെ നാച്ചുറൽ കലാമിറ്റീസോ എന്തായാലും അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എലോങ് വിത്ത് ന്യൂസ് റിപ്പോർട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം കാണുന്നതിലൂടെ ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം എന്താണ് കെവിൻ കാർട്ടറിൻ്റെ വൾച്ചർ ആൻഡ് കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം. അദ്ദേഹത്തിന് പുലിറ്റ്സർ പുരസ്കാരമൊക്കെ നേടിക്കൊടുത്ത ഒരു ചിത്രമാണ്. അതായത് ഒരു കുഞ്ഞിൻ്റെ മരണം കാത്തിരിക്കുന്ന ഒരു കഴുകൻ, കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതിനെ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഴുകനും ഒരു കുട്ടിയുമുള്ള ഒരു ചിത്രം. അപ്പോൾ അതാണ് കെവിൻ കാർട്ടർ പകർത്തിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു ചിത്രം കാണുമ്പോഴത്തേക്കും നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ അല്ലെങ്കിൽ പട്ടിണിയുടെ ഒരു എക്സ്ട്രീം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വാട്ട് എവർ ദ തിങ് നമ്മൾ എത്രത്തോളം ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി പോയാലും അവരൊറ്റ ചിത്രത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്തരത്തിലാണ് നമ്മൾ പലപ്പോഴും ഒരു റിട്ടൺ ടെക്സ്റ്റിന് കുറച്ചും കൂടി അതിന് എൻറിച്ച്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റയ്ക്ക് കുറച്ചും കൂടി ഒരു വാലിഡേഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്
പലരും അവരുടെ വർക്ക്സിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആഡ് ചെയ്യുന്നത്. ഈ ഫോട്ടോഗ്രാഫ്സിന് പുറമെ ഒരു ഇൻ റിവേഴ്സ് ആയിട്ട് ഫിലിംസ് ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതിൽ ഗ്രിഗറി ബാറ്റ്സണും അതുപോലെ മാർഗരറ്റ് മീഡും ഒക്കെ ഈ ഫോട്ടോഗ്രാഫ്സ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഫിലിംസ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും പൊതുവെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിസ്റ്റുകൾക്കിടയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഗ്രിഗറി ബാറ്റ്സണിനെയും മാർഗരറ്റ് മീഡിനെയൊക്കെ കുറിച്ച് പറയുമ്പം അവർ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത് ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു. ഫോട്ടോഗ്രാഫ് ആയിരുന്നു അവരുടെ മെയിൻ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് റോള് മാത്രമായിരുന്നു. അതായത് കൂടുതലായിട്ടും അവർ എംഫസിസ് കൊടുത്തത് എന്തിനാണ്, ചിത്രങ്ങൾക്കാണ് റാദർ ദാൻ ടെക്സ്റ്റ്. മറ്റുള്ളവർ എംഫസിസ് കൊടുത്തത് ടെക്സ്റ്റിന് കുറച്ചൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫ്സ് ആഡ് ചെയ്തു എന്നാണെങ്കിൽ മാർഗരറ്റ് മീഡിൻ്റെയും ഗ്രിഗറി ബാറ്റ്സണിൻ്റെയൊക്കെ കേസിൽ അവർ ഫോട്ടോഗ്രാഫ്സിന് സപ്പോർട്ടിനായിരുന്നു ടെക്സ്റ്റ്. അതായത് കൂടുതലും വിഷ്വൽ എലമെന്റ്സ് ആയിരുന്നു അവരുടെ വർക്ക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. അവർ ആർഗ്യൂ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചറിന് നമ്മുടെ ഈ ഒരു കുറച്ചും കൂടി ഒരു ക്യാരക്ടർ, നമ്മുടെ ഒരു മെറ്റീരിയൽ വേൾഡിൻ്റെ ക്യാരക്ടറിനെ കൂടുതലായിട്ടും കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേർഡ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല, അതെന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതങ്ങളിലാണ്. നമ്മുടെ സംസ്കാരങ്ങൾ ഒരിക്കലും നമുക്ക് എഴുതി ഫലിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് ഫോട്ടോഗ്രാഫ്സ് തന്നെയാണ് ബെറ്റർ എന്നായിരുന്നു അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫൗണ്ട് ഇമേജസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സെക്കൻഡ് മെത്തേഡ് ഓഫ് യൂസിങ് വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജസ് എത്നോഗ്രാഫിക് റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു രണ്ടാമത്തെ രീതിയാണ് ഫൗണ്ട് ഇമേജസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽ ഡേറ്റയുടെ അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ആയിരിക്കും ഫൗണ്ട് ഇമേജസിനകത്ത് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റർ അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്, എനിത്തിങ് വാട്ട് ഓർ ദി തിങ് പാർട്ടിസിപ്പൻറ്റ് മേക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫോട്ടോഗ്രാഫ്സിനെ എടുത്ത് വെച്ചിട്ട് അവരുടെ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേണോ എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഫൗണ്ട് ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലപ്പം എന്താണ് പുരാതനമായിട്ട് വല്ല സ്ക്ലപ്ചേഴ്സ് ഒക്കെ മേക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൃഷി ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഈ സ്ക്ലപ്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, വെങ്കല പ്രതിമകൾ നിർമ്മിക്കുന്നവർ, മൺപ്രതിമ നിർമ്മിക്കുന്ന അങ്ങനെ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയൊക്കെ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ചെയ്യുന്നവർ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അവരുടെ ആക്റ്റുകൾ അല്ലെങ്കിൽ അവർ മേക്ക് ചെയ്യുന്ന സാധനങ്ങളിൽ ചിത്രങ്ങൾ, അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിൻ്റെയൊക്കെ ഇമേജസിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതിനെയാണ് ഫൗണ്ട് ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പാർട്ടിസിപ്പൻസ് ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽ ഡേറ്റയുടെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് അനാലിസിസിനെയാണ് ഫൗണ്ട് ഇമേജസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പോസ്റ്റർ വരാം, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് മേക്ക് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് വരാം, അല്ലെങ്കിൽ ഡ്രോയിങ് വരാം, എനിത്തിങ് പാർട്ടിസിപ്പൻറ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫൗണ്ട് ഇമേജസ് എന്ന് വിളിക്കുന്നത്. ഈ ഫൗണ്ട് ഇമേജസിന് കുറച്ച് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുന്നതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻറ്റിൻ്റെ വ്യൂ അബൌട്ട് ദ വേൾഡ്, അവരെങ്ങനെയാണ് ലോകത്തെ വീക്ഷിക്കുന്നത് എന്നുള്ളതിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഡ്രോയിങ്സ് ഓർ പെയിൻറ്റിങ്സ് ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു സോഷ്യൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്ഷൻ എന്താണ്, അവരെങ്ങനെയാണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണെന്നൊക്കെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു പാർട്ടിസിപ്പൻറ്റിൻ്റെ വ്യൂ ഓഫ് വേൾഡ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്രോസ് ചെക്കിംഗ് ദ ഫീൽഡ് ഡേറ്റ, അതായത് ഒരിക്കൽ നമ്മൾ ഒരു ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, ചിലപ്പോൾ ഫർദർ നമുക്ക് അതിൻ്റെ ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫോട്ടോഗ്രാഫ്സിനെ അനലൈസ് ചെയ്ത് ആ ഒരു കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മുടെ ഫൗണ്ട് ഇമേജസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വരുന്ന ഒരു രീതിയാണ് ക്രിയേറ്റീവ് യൂസ് ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണെന്ന് നോക്കാം. 1960കളുടെ കാലഘട്ടം ആയപ്പോഴത്തേക്കും കുറേയേറെ ഡിബേറ്റുകൾ എമർജ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. കാര്യം വിഷ്വൽ ആന്ത്രപ്പോളജിക്കകത്ത് അല്ലെങ്കിൽ എത്നോഗ്രാഫിക് റിസർച്ചിനകത്ത് ഈ ഒരു ഇമേജസ് മറ്റൊക്കെ റാപ്പിഡായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആണോ അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റേറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിബേറ്റ്സ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ചിലർ പറയും ഇങ്ങനെ ഇമേജസ് ആഡ് ചെയ്യുന്നതിന് വാലിഡിറ്റി ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം ആ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റിലുള്ള ഡിബേറ്റ്സ് ഈ ഒരു വിഷ്വൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസിൻ്റെ യൂസിനെ കുറിച്ചുള്ള കുറേയേറെ തർക്കങ്ങൾ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ക്രിറ്റിസിസത്തിൻ്റെ റെസ്പോൺസ് എന്ന നിലയിൽ ആന്ത്രപ്പോളജിസ്റ്റുകൾ വിഷ്വൽ മീഡിയയെ പല സയൻറ്റിഫിക് വേസിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് നമ്മളെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനേക്കാൾ കൂടുതലായിട്ട് എത്നോഗ്രാഫിക് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ട്രൂ റിയാലിറ്റീസ് ാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇമേജസിൻ്റെ യൂസിനെ തന്നെ അവർ വിഷ്വൽ ഇമേജസിനെ പല സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെയും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതാണ് ക്രിയേറ്റീവ് വേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്രിയേറ്റീവ് വേസിൽ നോളജിനെ
യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു ടൂൾ പോലെ, അതായത് എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് രീതികളിൽ വിഷ്വൽസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്, നോളജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ വിഷ്വൽസിനെ നമുക്ക് ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയലിൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർ സ്റ്റഡി ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫോട്ടോ എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ എലിസിറ്റേഷൻ ബൈ കോളിയർ ആണ്. സോ അതുപോലെ നമുക്ക് പറയാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഈ ഫാമിലി ആൽബം ഒക്കെ ഉണ്ടല്ലോ, ഫാമിലി ആൽബം പോലെയുള്ള സംഭവങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുന്നതും. അപ്പം നമ്മൾ ഒരു പഴയ, നമുക്ക് തന്നെ അറിയാം, അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ കല്യാണ ആൽബമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചെറുതിലത്തെ ചിത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ളത് എടുത്തു വെച്ച് നോക്കുമ്പം അതൊരു ലുക്കിംഗ് ബാക്ക് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് വിട്ടുപോയത്, ആരൊക്കെയാണ് ഉള്ളത്, അവർ തമ്മിലുള്ള നമ്മുടെ റിലേഷൻ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളെ നമുക്ക് പല രീതിയിൽ സ്റ്റഡിക്ക് വേണ്ടി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ വേറെയും ചില മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ഇത് പറഞ്ഞു, ഒന്ന് നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഫോട്ടോ എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പിന് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എലിസിറ്റ് ചെയ്ത് എടുക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഫാമിലി ആൽബം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഫാമിലി ആൽബം ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും കാണുന്നത്. അപ്പോൾ ആ ചിത്രം എടുക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് അവർ പറയും. അതിനകത്ത് മിസ് ഔട്ട് ആയിപ്പോയ ആൾക്കാർ എന്തുകൊണ്ട് അവർ മിസ് ഔട്ട് ആയിപ്പോയി, ഇങ്ങനെയുള്ള കുറേ ഒരു വൈഡ് മിക്സ് ഓഫ് ഡേറ്റ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതികളിൽ വിഷ്വൽസ് ഇവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി വേറെയും ചില ക്രിയേറ്റീവ് വേസ് ഉണ്ട്. അതിലൊന്നാണ് യൂസിങ് ഫിലിം ടു സ്റ്റഡി ക്ലോസ് ഇൻട്രാക്ഷൻ. ഫിലിംസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ദെൻ അതുപോലെ തന്നെ ക്ലോസ് ഇൻട്രാക്ഷൻസ് പഠിക്കുന്നതിന് വേണ്ടി ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്, ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് ഒരു സിറ്റുവേഷൻ്റെ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഫീൽഡ് നോട്ട്സിന് സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം ഈ ഒരു മറ്റുള്ള ക്രിയേറ്റീവ് വേസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1960s ഒക്കെ ആയപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം ആയിരുന്നു നേരിടേണ്ടി വന്നത് ഈ ഒരു വിഷ്വൽ ഇമേജസിന്റെ യൂസേജിനെ കുറിച്ച്. അപ്പോൾ അതിന് ഒരു റെസ്പോൺസ് എന്ന നിലയിൽ അവർ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ചിത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞു ഫോട്ടോ എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. കോളിയർ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഫാമിലി ഫോട്ടോസൊക്കെ ഒരുമിച്ചിരുന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. വേറെ രീതികളിൽ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഫിലിംസ് യൂസ് ചെയ്ത് ക്ലോസ് ഇന്ററാക്ഷൻസ് പഠിക്കുന്നതിന് വേണ്ടി ഫിലിംസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ പിന്നീട് ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വിഷ്വൽ ആസ്പെക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്, ഫീൽഡ് ഡേറ്റയെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള രീതികളൊക്കെ എമേർജ് ചെയ്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു കൾച്ചറിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആന്ത്രപ്പോളജിസ്റ്റുകൾ വിഷ്വൽ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വേസാണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ഫോണ്ട് ഇമേജസ് പറഞ്ഞു, അതിൻ്റെ ക്രിയേറ്റീവ് വേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് ഒരു വിഷ്വൽ സപ്ലിമെൻറ്റ് ടെക്സ്റ്റിന് സപ്ലിമെൻ്റ് ആയിട്ട് വിഷ്വൽസ് യൂസ് ചെയ്തിരുന്നുള്ളതും പറഞ്ഞു. സോ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ് ഓട്ടോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓട്ടോ ഫോട്ടോഗ്രാഫിയെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രാങ്കും കൂക്കും ചേർന്നിട്ടാണ്. അപ്പോൾ എന്താണ് ഓട്ടോ ഫോട്ടോഗ്രാഫി എന്ന് നോക്കാം. സോ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിസിപ്പൻസ്, നമ്മൾ എത്നോഗ്രാഫിക് റിസർച്ചിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന പാർട്ടിസിപ്പൻസ് അവരുടെ തന്നെ ഓൺ വീഡിയോസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ അതിനെക്കുറിച്ച് തന്നെ സ്റ്റോറീസ് പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് ഓട്ടോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിസിപ്പൻസ് അവരുടെ പഴയകാല ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് അതിനെക്കുറിച്ചുള്ള ആ ഫോട്ടോ എടുക്കാനുണ്ടായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഓൺ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് കൊടുക്കുന്ന ഒരു ഫീൽഡാണ് ഓട്ടോ ഫോട്ടോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓട്ടോ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രാങ്കും കൂക്കും ചേർന്നിട്ടാണ്. ആൻഡ് ഇതിനകത്ത് പാർട്ടിസിപ്പൻസിന് അവരുടെ തന്നെ ഓൺ വീഡിയോസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ സ്റ്റോറീസ് പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ തന്നെ ഓൺ ലൈഫ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ നമ്മുടെ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടം ഇതൊക്കെ ഓർമ്മയടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മതി, ഒരു ക്ലാസ് ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോ യാത്രകൾ പോയ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഓൺ ലൈഫിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഓട്ടോ ഫോട്ടോഗ്രാഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ഇന്റർ ഡിസിപ്ലിനറി കണ്ടംപററി വിഷ്വൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല വിഷ്വൽ മെത്തേഡ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഫോണ്ട് ഇമേജസിനെ കുറിച്ച്, ഫോണ്ട് ഇമേജസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. ക്രിയേറ്റീവ് വേസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു. ടെക്സ്റ്റിൻ്റെ സപ്പോർട്ട് എന്ന നിലയിൽ ഇമേജസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചു. ഓട്ടോ ഫോട്ടോഗ്രാഫിയും പഠിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഒരു സമകാലിക കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട്
നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ് ബാങ്കിൻ്റെ ഒരു കോൺസെപ്റ്റ്. ബാങ്ക്സിൻ്റെ 2001 അദ്ദേഹം ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മോഡൽ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു സോഷ്യൽ റിസർച്ച് ഇപ്പോൾ ഈ ചിത്രങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളൊരു സോഷ്യൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലേക്ക് വരും. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, വാട്ട് ഇസ് ഇമേജ് മെയ്ഡ് ഓഫ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ് കണ്ടന്റ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇമേജ് കാണുമ്പം അതിനകത്തുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കെവിൻ കാർട്ടറിന്റെ വൾച്ചർ ആൻഡ് കിഡ് എന്ന് പറയുന്ന ആ ഒരു ചിത്രം. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാവും കണ്ടന്റ് എന്താണ്, പട്ടിണിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഹിരോഷിമ നാഗസാക്കി ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഓടി വരുന്ന ഒരു പറ്റ ആൾക്കാർ ഓടി വരുന്നതും ഒരു പെൺകുട്ടി അതിനിടയിൽ കൂടി നേക്കഡായിട്ട് വരുന്നതുമായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അത് ആ വേർഡിൻ്റെ അത്രയും ഇൻറ്റൻസിറ്റി എത്രത്തോളമാണ്, ആ ഒരു ന്യൂക്ലിയർ ബോംബ് തീവ്രത എത്രത്തോളാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഇമേജിൻ്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മളൊരു സോഷ്യൽ റിസർച്ചിൽ അതിനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്സ് കണ്ടന്റ്, അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതായിരിക്കും. രണ്ടാമത് വരുന്നതാണ് ഹൂ ടുക്ക് ഇറ്റ് ഓർ മെയ്ഡ് ഇറ്റ് ആൻഡ് വെൻ ആൻഡ് വൈ. എന്തുകൊണ്ട് അവർ ആ ചിത്രം എടുത്തു, അല്ലെങ്കിൽ എപ്പോഴാണ് ആ ചിത്രം എടുത്തത്, ആരാണ് ആ ചിത്രം എടുത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും വരും. നമ്മളിപ്പോൾ പല റിസർച്ചുകൾ അല്ലെങ്കിൽ പല ജേർണൽസ് മറ്റുമൊക്കെ കം അക്രോസ് ചെയ്യുന്ന ആൾക്കാരാണ്. പലതും വായിക്കുമ്പോൾ ഒരു ചിത്രം എന്തായിരിക്കും, അതെന്തിനായിരിക്കും അവർ എടുത്തിട്ടുണ്ടാവുക, അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആൽബം ഒക്കെ നമ്മൾ കാണുമ്പോഴും എന്താണ് വാട്ട് ഇസ് ഇറ്റ്സ് പർപ്പസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. ഇനി മൂന്നാമത് വരുന്ന ഒരു ചോദ്യമാണ് ഹൗ ഡു അതർ പീപ്പിൾ കം ടു ഹാവ് ഇറ്റ് ഓർ ഹൗ വിൽ ദേ റീഡ് ഓർ വ്യൂ ഇറ്റ് എന്നുള്ളത്. അതായത് മറ്റുള്ളവർ ആ ചിത്രത്തെ എങ്ങനെ നോക്കിക്കാണും. ചിലപ്പോൾ എടുത്ത ആള് ആ ഒരു കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ പെർസീവ് ചെയ്യുന്നത്. വിഷ്വൽസ് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിനെ വേണമെങ്കിൽ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മറ്റുള്ളവർ ആ ചിത്രത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വരും. ആൻഡ് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു ദേ ഡു വിത്ത് ഇറ്റ്. ആ ഒരു ചിത്രം കൊണ്ട് അവരെന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളൊരു സോഷ്യൽ റിസർച്ചിൽ ഇമേജസ് മറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നാണ് ബാങ്ക്സ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക്സ് നമുക്കൊരു മോഡൽ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു ചിത്രത്തിൻ്റെ കണ്ടന്റും അതുപോലെ തന്നെ ആ ചിത്രം എടുക്കാനുണ്ടായ സാഹചര്യത്തിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ ചിത്രത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എത്രത്തോളമാണ്, അല്ലെങ്കിൽ അത് എടുക്കാനുണ്ടായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഓർ എൻവയോൺമെന്റ് എന്താണ്, അതും അതുപോലെ തന്നെ ആ ഒരു ചിത്രത്തിന്റെ കണ്ടന്റ് തമ്മിലുള്ള റിലേഷനും കൂടി നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു മോഡലായിരുന്നു അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് അദ്ദേഹം എംഫസൈസ് ചെയ്തത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ നെറേറ്റീവ്സിനെയാണ്. എക്സ്റ്റേണൽ നെറേറ്റീവ്സിനും ഇന്റേണൽ നെറേറ്റീവ്സിനും ഒരുപോലെ പ്രോമിനൻസ് കൊടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മോഡൽ വന്നത്. അപ്പോൾ അതിൽ തന്നെ ഇന്റേണൽ നെറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇമേജിന്റെ കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റോറി വാട്ട് ഇസ് ഇമേജ് എന്തിനെയാണോ പോർട്രേ ചെയ്യുന്നത് അതിനെയാണ് ഇന്റേണൽ നെറേറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. എക്സ്റ്റേണൽ നെറേറ്റീവ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്, ആ ചിത്രം എടുക്കാൻ ഉണ്ടായ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, സർക്കംസ്റ്റാൻസ്, എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളതാണ് എക്സ്റ്റേണൽ നാരേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കെവിൻ കാർട്ടറിന്റെ ചിത്രം തന്നെ പറയാം. അതിന്റെ ഇമേജിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ പട്ടിണിയാണ്, ഭക്ഷ്യക്ഷാമമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യക്ഷാമമാണെന്നുള്ളത് അതിൻ്റെ കണ്ടന്റ് ആണ്. ദെൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അത് എടുക്കാനുണ്ടായ സർക്കംസ്റ്റാൻസസ്, ആ ഒരു പെർട്ടിക്കുലർ പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, ഫെമൈൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് ആ ചിത്രം നമ്മൾ എടുക്കേണ്ടി വന്നത്. അപ്പോൾ അതാണ് കണ്ടന്റും അതുപോലെ തന്നെ എന്താണ് ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റും എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മോഡലായിരുന്നു ബാങ്ക്സ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വിഷ്വൽ ആൻഡ് മീഡിയ ആന്ത്രപ്പോളജിയിൽ ഒരുപോലെ പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെത്തേഡായിരുന്നു ബാങ്ക്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ചിത്രത്തിന്റെ കണ്ടന്റും അത് എടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം, സോഷ്യൽ കോണ്ടെക്സ്റ്റും എന്താണ്, തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ബാങ്ക്സ് ഓഫർ ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിനൊരു ജനറൽ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കെവിൻ കാർട്ടറിന്റെ ചിത്രത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. അതായത് ഫെമൈൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടായതുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇമേജിന്റെ കണ്ടന്റ് ഫെമൈൻ ആണ് എന്നുള്ളത് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്, അല്ലെ? അതായത് നമ്മൾ ജനറലി നോക്കുമ്പോൾ ഒരു കഴിയുന്ന ഒരു കുട്ടിയുടെ അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റുമായിട്ട് അവിടുത്തെ ആ ഒരു സാമൂഹ്യ പ്രശ്നം എന്ന് പറയുന്നത് ഫെമൈൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് എന്താണ് അത് അവൻ്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോഴും ആ ഇമേജിന് അത്രയും തന്നെ പ്രാധാന്യമുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഇമേജ് എടുക്കാനുണ്ടായ സാഹചര്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ഇമേജ് അത്രത്തോളം തന്നെ വേർതിയർ
ആവണമെന്നില്ല. വെറുതെ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് കഴുകാനിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അപ്പം അതിനവിടെ പട്ടിണി എന്നുള്ളൊരു സർക്കംസ്റ്റാൻസ് ഉണ്ടായതുകൊണ്ടാണ് ആ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ആഹാരമില്ലാത്ത ഭക്ഷ്യക്ഷാമമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ അത്തരത്തിലുള്ള ഒരു മോഡലാണ് ബാങ്ക്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ വരുന്ന മറ്റൊരു മോഡലാണ് റോസിൻ്റെ മോഡൽ. 2001 വരുന്നത്. അവർ ഒരു കൾച്ചറൽ ജോഗ്രഫിയുടെ പ്രൊപ്പണൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഓഡിയൻസിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു റോസിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. ബാങ്ക്സിൻ്റെ മോഡലിൽ ഇല്ലാതെ പോയതും ഓഡിയൻസിങ് ആണെന്നായിരുന്നു അവരുടെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ ആൻഡ് ടെക്സ്റ്റൈൽ മാറ്റേഴ്സിന് കൂടുതലായിട്ട് കൺസേൺ കൊടുത്തിട്ടുള്ള ഒരു മോഡലായിരുന്നു റോസിൻ്റേത്. അവർ ആർഗ്യൂ ചെയ്തത് ഒരു ക്രിട്ടിക്കൽ വിഷ്വൽ മെത്തഡോളജിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് വിഷ്വൽ ടേംസിന് അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസിനും സോഷ്യൽ പ്രാക്ടീസസിനും നമ്മളത് കാണുന്നത് കൊണ്ടുള്ള ഇഫക്റ്റ് എന്താണ്, അതിൻ്റെ മൂന്നിൻ്റെയും കൂടുതൽ എംഫസിസ് കൊടുത്തുകൊണ്ടായിരുന്നു റോസിൻ്റെ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതായത് വെറുതെ ഒരു ചിത്രം നമ്മൾ കണ്ടു കളയുകയല്ല, ആ ചിത്രത്തിന് എത്രത്തോളം തന്നെ കൾച്ചറൽ സിഗ്നിഫിക്കൻസസ് ഉണ്ട്, അതിനകത്ത് എന്ത് സോഷ്യൽ പ്രാക്ടീസ് ആണ്, അതുപോലെ ആ ഒരു പെർട്ടിക്കുലർ ചിത്രം കാണുന്നത് കൊണ്ട് ഓഡിയൻസിൽ അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇഫക്റ്റ് എന്താണ്, ഇതിന് മൂന്നിനും എംഫസിസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു റോസിന്റെ മോഡലുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അവർ ഒരു 3 tier അനാലിസിസ് ആയിരുന്നു പ്രൊപ്പോണ്ട് ചെയ്തിരുന്നത്. അതിനകത്ത് ഒരു ഇമേജിന്റെ മീനിങ്സിനെ നമുക്ക് കാണാൻ കഴിയുന്ന 3 പ്രോസസ്സ് പോലെ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പ്രൊഡക്ഷൻ, 2 ഇമേജ് ആൻഡ് 3rd വൺ ഇസ് ഓഡിയൻസ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഒരു 3 tier അനാലിസിസ് ആണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫോക്കസ്ഡ് ഓൺ ദി സൈറ്റ്സ് വെയർ മീനിങ് ഓഫ് ഇമേജ് ക്യാൻ ബി മേഡ്. നമുക്ക് ആ ഒരു ഇമേജിന്റെ മീനിങ് മേഡ് ചെയ്യാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജിന്റെ മീനിങ്ങിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് 3 സ്റ്റേജസിലൂടെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു 3 ടയേഴ്സിലൂടെയാണ്. ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇമേജ് എടുക്കാനുണ്ടായ കോണ്ടെക്സ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 2 ഇമേജ് ഫോട്ടോഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. 3 ഓഡിയൻസിങ്, നമ്മൾ ഓഡിയൻസ് അതിനെ എങ്ങനെ പെർസീവ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് അവർ ഫോക്കസ് ചെയ്തത് ക്രിട്ടിക്കൽ വിഷ്വൽ മെത്തഡോളജിയിലാണ്. അതായത് അതിനകത്ത് എന്താണ് അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ സോഷ്യൽ പ്രാക്ടീസസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് കാണുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഇഫക്റ്റ്, ഇതിന് 3നും ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഡിയൻസിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓഡിയൻസിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓഡിയൻസ് വിഷ്വൽ ഇമേജസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൗ ഡിഫറെൻറ്റ് ഓഡിയൻസസ് അതിനോട് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചിത്രം ഒരാൾ നോക്കി കാണുന്നത് പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ കാണുന്നു. ഓരോ ഇമേജസും നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ മറ്റൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പസിൽസ് പോലത്തെ ഇമേജസ് വരും. നമ്മൾ കാണുന്ന പോലെ ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ നോക്കി കാണും. അപ്പോൾ ഏതൊരു ചിത്രം എന്ന് പറയുമ്പോൾ അതിനൊരു ടെക്സ്റ്റ് അക്കമ്പനി ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒരു ഡീപ്പർ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിയൻസിങ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പല ഓഡിയൻസ് അതിനെ എങ്ങനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരാം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വിഷ്വൽ മെത്തേഡിനകത്തുള്ള വിഷ്വൽ മെത്തേഡ് ടെക്സ്റ്റുകൾക്ക് കൾച്ചറൽ സ്റ്റഡീസിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കൾച്ചറൽ ജോഗ്രഫിയുടെ ഒരു കോൺസെപ്റ്റാണ് റോസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് കൾച്ചറൽ സ്റ്റഡീസിൽ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ കൾച്ചറൽ സ്റ്റഡീസിൽ വിഷ്വൽ മെത്തേഡ്സും അതുപോലെ ടെക്സ്റ്റിനും വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണുള്ളത്. എമിസണും സ്മിത്തും ചേർന്നിട്ട് അവരുടെ വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ഐഡിയാസിൻ്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ടൂൾ കിറ്റിന് രൂപരേഖ നൽകിയിട്ടുണ്ട്. അതായത് ഇമേജസിനെ ടെക്സ്റ്റിൻ്റെ ഒപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഹിസ്റ്ററി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് എമിസണും സ്മിത്തും ചേർന്നിട്ട് വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ഐഡിയാസ്, അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽസിനെ നമ്മൾ എങ്ങനെ ടെക്സ്റ്റൽ മെറ്റീരിയൽസിൻ്റെ കൂടെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ടൂൾ കിറ്റ് പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് സെപ്പറേറ്റ് ആക്കുക എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിരിക്കണം എന്ന് ഇല്ല. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജസ് എന്ന് പറയുന്നത്, നമ്മളൊരു ടെക്സ്റ്റൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എത്നോഗ്രാഫിക് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന ഇമേജസ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സോഷ്യൽ ലൈഫിനെയും അതുപോലെ തന്നെ ഹിസ്റ്ററി ആയിരിക്കണം. അതായത് ഒരു ഇമേജും തന്നെ നമ്മുടെ കൾച്ചറിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നില്ല എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ
ഓരോ ഇമേജും ഫോക്കസ് ചെയ്യേണ്ടതും സോഷ്യൽ ലൈഫിലും ഹിസ്റ്ററിയിലും ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു സൈക്കിൾ ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സർക്കുലേഷൻ, കൺസംഷൻ, ഇങ്ങനെയുള്ളതെല്ലാം എങ്ങനെയാണ് സൊസൈറ്റിയിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള. അപ്പം പണ്ട് നമുക്കറിയാം എന്താണ് കാൾ മാർക്സിന്റെ കൺസെപ്റ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ. അതിൽ നിന്നും ഇങ്ങോട്ട് മാറി ക്യാപിറ്റലിസത്തിലേക്കും സോഷ്യലിസത്തിലേക്കും ഒക്കെ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളൊരു ട്രാൻസിഷൻ നമുക്കത് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതിന് വേണ്ടി കൾച്ചർ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഇമേജസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ വക്താക്കൾ പറയുന്നത്. ആൻഡ് അതുപോലെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരു ഓരോ വസ്തുക്കൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൽ എങ്ങനെ ലിങ്ക്ഡ് ആയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ചക്രം കണ്ടെത്തുന്ന സമയത്ത് അന്ന് കാറൊന്നുമില്ല. പണ്ടും മനുഷ്യർ എന്ത് ചെയ്തിരുന്നു, നടന്നു പോയി, പിന്നീട് വീല് കണ്ടുപിടിച്ചു, പിന്നീട് കന്നിന് വീല് വലിച്ചുകൊണ്ട് പോകാൻ കന്നുകാലികളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം എന്താണ് വീണ്ടും പതിയെ പതിയെ മോഡിഫൈ ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന പല പുതിയ പുതിയ വെഹിക്കിൾസും മറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പിക്ചേഴ്സ് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കൾച്ചറൽ സ്റ്റഡീസുകാർ അതിനകത്ത് പറയുന്നത്. സോ അപ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു സമകാലിക കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ഒരു ഇമേജസിന് പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളിലായിരുന്നു അവർ ലിങ്ക് ചെയ്തിരുന്നത്. അതിനുവേണ്ടി പുതിയ മെത്തേഡ്സും മറ്റുമൊക്കെ അവർ സജസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു റീസെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു 2000s അല്ലെങ്കിൽ 1960s ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു റീസെൻ്റ് അപ്രോച്ചസ് വരുമ്പോഴത്തേക്കും ഈ ഒരു കൾച്ചറൽ ജോഗ്രഫിയിലെയും അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും ആന്ത്രപ്പോളജി ഒക്കെ ഒരു വൈഡ് മിക്സ് ആണ് വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ചില കോമൺ ഫീച്ചേഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ 3 കോണ്ടെക്സ്റ്റുകളിലും ഫസ്റ്റ് ബാങ്ക്സിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് ആന്ത്രപ്പോളജി ആയിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ദെൻ റോസിൻ്റെ പറഞ്ഞത് എന്താണ് നമ്മുടെ കൾച്ചറൽ ജോഗ്രഫി, ആൻഡ് ലാസ്റ്റ് വൺ കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ 3ലും വരുന്ന ഇപ്പോൾ കണ്ടംപററി വേൾഡിൽ ഇതിൻ്റെ 3ൻ്റെയും അസംഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ 3ൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കീ ഏരിയാസ് ആണ്. ഒന്ന് കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇമേജസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഏത് നമ്മൾ പറഞ്ഞത് ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ബാങ്കിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്താണ്, കോണ്ടെക്സ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത്, ദെൻ ഇമേജിൻ്റെ കണ്ടന്റ് എന്താണ്, ആൻഡ് മെറ്റീരിയലിറ്റി അല്ലെങ്കിൽ ഏജൻസി ഓഫ് ഇമേജ് എന്ന് പറയുന്നത്. ഇതിന് 3നും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും കണ്ടംപററി സൊസൈറ്റിയിലും അത്രയും തന്നെ പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഇമേജ് നമ്മൾ വെറുതെ എടുത്ത് വെച്ചാൽ പോരാ, ആ ഇമേജിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ആ ഇമേജിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം, ആൻഡ് ആ ഒരു മെറ്റീരിയാലിറ്റി ഓഫ് ഇമേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എത്നോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്താണ് എത്നോഗ്രാഫിക് ഇമേജ് എന്ന് നോക്കാം. സോ ആന്ത്രപ്പോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പീപ്പിൾ അണ്ടർ സ്റ്റഡി, നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ റിയൽ ലൈഫിനെ പോർട്രേ ചെയ്യുന്ന ഒന്നാണ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതൊരു മേഖല അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനെയാണോ, ട്രൈബൽ ഗ്രൂപ്പ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ട്രഡീഷനോ കൾച്ചറിനോ എന്തിനെയാണോ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ സ്റ്റഡി ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ റിയൽ ലൈഫിനെ പോർട്രേ ചെയ്യുന്ന ഒന്നാണ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നത്. എന്നാൽ പല ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റുകളുടെയും വർക്കിനകത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിനുള്ള സപ്ലിമെന്റ് മാത്രമായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് J.H. ഹട്ടൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള സെമാ നാഗാസ് എന്ന് പറയുന്നത്. 1921 ആ ഒരു പബ്ലിക്കേഷൻ വരുന്നത്. സെമാ നാഗാസ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ വിഭാഗമാണ്. അപ്പോൾ ആ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആദ്യമായിട്ട് എഴുതുന്ന റിട്ടൺ ടെക്സ്റ്റും J.H. ഹട്ടൻ്റെതാണ്. അതിനകത്ത് അവിടുത്തെ സ്ത്രീകളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവരെ വളരെ അഗ്ലി ആയിട്ടും സ്റ്റംപി ആയിട്ടുമാണ് അദ്ദേഹം ക്യാരക്ടറൈസ് ചെയ്തിരുന്നത്. അതിനോടൊപ്പം തന്നെ ആ സ്ത്രീകളുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ. പക്ഷേ ആ ചിത്രം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനകത്ത് അഗ്ലി ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ഡ്രസ്സിങ്ങിന്റെ ഒന്നും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ അഗ്ലി ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. പക്ഷെ അതിനെ ഇപ്പോൾ ഒരു കണ്ടംപററി സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ദർ വാസ് നത്തിങ് അഗ്ലി അബൌട്ട്, അതിനകത്ത് മോശമായിട്ടൊന്നും കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ടോപ്ലെസ് ആയിട്ടുള്ള മേൽവസ്ത്രം ധരിക്കാത്ത സ്ത്രീകളുടെ ചിത്രവും അതിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്ലെസ് ഡ്രസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമേജസ്, സ്ത്രീകളുടെ ഡ്രസ്സസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഡ്രസ്സ് ഇങ്ങനെ ഒരു അപ്പർ ബോഡി കവർ ചെയ്യാത്തുള്ള ഒരു രീതി എന്ന് പറയുന്നത് പണ്ട് കേരളത്തിലും ഒക്കെ നിലനിന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനെ ഭയങ്കര അപരിഷ്കൃതമായിട്ട് കണക്കാക്കുന്ന
ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് റേച്ചൽ എഗ്മാൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അദ്ദേഹം ഒരു കളക്ഷൻ ഓഫ് വർക്ക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു ഫെഡറിക് ഗ്രാൻഡിന്റെ 1884 ഫെഡറിക് ഗ്രാൻഡിന്റെ ഒരു ഫോട്ടോഗ്രാഫി കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ഈ റേച്ചൽ എഗ്മാൻ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഒരു ന്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പകുതി കവർ ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ അപ്പർ ബോഡി കവർ ചെയ്യാത്ത ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു കൊളോണിയൽ പീരീഡിൽ കൊളോണിയൽ ന്യൂഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിനെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു റേസിന്റെയോ അല്ലെങ്കിൽ ഒരു എത്നിസിറ്റിയുടെയോ ഒക്കെ ഭാഗമാണ്, അല്ലാതെ അതിനൊരു അഗ്ലി ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് റേച്ചൽ എഗ്മാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ റേച്ചൽ എഗ്മാൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫോട്ടോഗ്രാഫി കളക്ഷൻ ആയിട്ടുള്ള ഫെഡറിക് ഗ്രാൻഡിന്റെ ഒരു ഫോട്ടോഗ്രാഫി കളക്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരുപാട് ടോപ്ലെസ് വിമൻസിന്റെ ചിത്രങ്ങൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോപ്ലെസ് ഏസ് ആൻഡ് വിമന്റെ ഫോട്ടോസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് ഒരു കൾച്ചറിന്റെ അല്ലെങ്കിൽ ഒരു എഥനിസിറ്റിയുടെ ഭാഗമാണ് എന്നാണ് നമ്മുടെ റേച്ചൽ എഗ്മാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു 20th സെഞ്ചുറി വരെ അല്ലെങ്കിൽ ഒരു 20th സെഞ്ചുറിയുടെ ബിഗിനിങ് വരെയൊക്കെ ഈ ഒരു നമ്മുടെ സെമാനാഗ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് അവരുടെ പവിത്രതയെ സൂചിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഓരോ വിഭാഗത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ആ വിശ്വാസം അനുസരിച്ച് സെമാനാഗ സ്ത്രീകളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് മേൽവസ്ത്രം ധരിക്കാതിരിക്കുന്നത് അവരുടെ ചാസ്റ്റിറ്റിയുടെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ പവിത്രതയുടെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്ട്രോങ് വാരിയേഴ്സ് ഒക്കെ അവരുടെ ഭാര്യമാരെ അന്വേഷിച്ച് വരുന്ന ഒരു ചേസ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രിവലൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവരുടെ ഒരു എഥനിസിറ്റിയുടെ ഭാഗമായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്, അല്ലാതെ ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എത്നോഗ്രാഫിക് ഇമേജസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുമ്പോഴും അതിനെയും പലരും പല കോണ്ടെക്സ്റ്റിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ആവാനായിട്ട് പാടില്ല. അത് മറ്റൊരു വിഭാഗത്തിന്റെ കൾച്ചറാണ്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ട്രഡീഷനെ വേണം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് എപ്പോഴും അപ്ഹെൽഡ് ചെയ്യാനായിട്ട്. അതിനകത്തൊരു ക്രിറ്റിസിസത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എത്നോഗ്രാഫിക് ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് എത്നോഗ്രാഫിക് ഫിലിം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ചിത്രങ്ങൾ, ഡോക്യുമെന്ററി അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഡേവിഡ് മാക്ഡൗഗലിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എത്നോഗ്രാഫിക് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ്. അതായത് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ഇപ്പോൾ നമുക്കറിയാം വെസ്റ്റേൺ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിനെ നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് ഇംഗ്ലീഷ് ചിത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിഭാഗം ആൾക്കാരെ മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒന്നിനെയാണ് എത്നോഗ്രാഫിക് ഫിലിം എന്നാണ് ഡേവിഡ് മാക്ഡൗഗൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഫ്ലഹേട്ടിയുടെ ഒരു നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം. അപ്പോൾ ഇതൊരു എത്നോഗ്രാഫിക് ഫിലിമിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാനൂക്ക് ഓഫ് ദ നോർത്ത്. അത് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്ലഹേർട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ നമുക്കൊരു കണ്ടംപററി വേൾഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്ത് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ് അവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ജോലിയില്ല, പട്ടിണി, ദാരിദ്ര്യം, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അത്രയും ഒരു ക്രൈസിസിനെ അതുപോലെ പോർട്രേ ചെയ്ത് തരുന്ന ചിത്രങ്ങളാണ്. അപ്പം അത്തരത്തിൽ എന്താണ് ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ രീതികളെ മറ്റൊരു സമൂഹത്തിന് തുറന്നു കാട്ടിക്കൊടുക്കുന്ന ഒന്നാണ് എത്നോഗ്രാഫിക് ഫിലിംസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഫ്ലഹേർട്ടിയുടെ നാനൂക്ക് ഓഫ് ദ നോർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ വെസ്റ്റേൺ സൊസൈറ്റിയിൽ നിന്നിപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും എലൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെസ്റ്റേൺ സൊസൈറ്റി ആയിരിക്കും. അവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിൾ സൊസൈറ്റികളെ കുറിച്ചുള്ള ധാരാളം ചലച്ചിത്രങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 20th സെഞ്ചുറിയുടെ എൻഡിൽ ജീൻ റൗച്ചിനെയും അതുപോലെ തന്നെ മെക്ഡൗഗലിൻ്റെയും ഇന്നോവേറ്റീവ് വർക്ക്സ് ആന്ത്രപ്പോളജിസ്റ്റിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ജീൻ റൗച്ചാണ് ആദ്യമായിട്ട് ഡോക്യുമെൻ്ററി റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കൾച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്ററി റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇപ്പോൾ ഇതാണ് എത്നോഗ്രാഫിക് ഫിലിംസ് ആൻഡ് എത്നോഗ്രാഫിക് പിക്ചേഴ്സ് ഓർ ഇമേജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണെന്നുള്ളതാണ്. സോ അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മീഡിയ ആൻഡ് ആന്ത്രപ്പോളജിയാണ്. അതായത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ആന്ത്രപ്പോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മീഡിയ. മീഡിയയുമായിട്ട് ഒരു ക്ലോസ് ലിങ്കേജ് ഉള്ളവരാണ് ആന്ത്രപ്പോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ബിക്കോസ് മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് മാസ് മീഡിയം. ഒരേ സമയത്ത് തന്നെ ഒരു വലിയ നമ്പർ ഓഫ് ഓഡിയൻസിലേക്ക് എത്താൻ കഴിയുന്ന
ഒന്നാണ് മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ധാരാളം പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇൻ ഫോം ഓഫ് ബുക്സ് ആവാം, റേഡിയോ ആവാം, ടെലിവിഷൻ ആവാം, ന്യൂസ് പേപ്പേഴ്സ് ആവാം, പബ്ലിക്കേഷൻസ് ആവാം, മാഗസിൻസ് ആവാം, വാട്ട് എവർ ദ തിങ്സ്, അതെല്ലാം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിപ്പെടുന്നതാണ് മീഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ മാസ് മീഡിയംസും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജിസ്റ്റുകൾ ഓൾവേസ് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. നമ്മൾ ബുക്സിന്റെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നോക്കാനുള്ളത് മാർഗരറ്റ് മീഡിനെ പോലുള്ളവരും റുത്ത് ബെനഡിക്റ്റിനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ്. അവരുടെ ഒരുവിധപ്പെട്ട ബുക്സ് എല്ലാം പബ്ലിഷ് ചെയ്ത്, ആന്ത്രപ്പോളജിസ്റ്റ് ആണ്, അപ്പോൾ അവരുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതൊരു വലിയ ജനറൽ ഓഡിയൻസിലേക്ക് വളരെ പെട്ടെന്ന് എത്തി എന്നാണ് പറയുന്നത്. ബിക്കോസ് ആ ഒരു ബുക്ക് കുറച്ചുകൂടി കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൾച്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്സ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ മറ്റുള്ള സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സൊസൈറ്റിയുടെ കൾച്ചർ നമ്മളിൽ നിന്നും ഡിഫറെൻ്റ് ആകുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ഈഗർനെസ് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ബുക്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പബ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ നമ്മൾ കുറച്ചുകൂടി മറ്റ് ട്രഡീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ കൾച്ചേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കും. അപ്പോൾ മറ്റൊരു സൊസൈറ്റിയിലേക്ക് ഒരു സൊസൈറ്റി കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ മാർഗരറ്റ് മീഡിന്റെയൊക്കെ ബുക്ക് എന്ന് പറയുന്നത് കോമൺ ഓഡിയൻസിന് അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന കൺസെപ്റ്റുകളായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ജനറൽ ഓഡിയൻസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. റെഡ് ബുക്ക് എന്നാണ് അതിന്റെ പേര്. അതിൽ ഹ്യൂമൻ സെക്ച്വാലിറ്റിയെ കുറിച്ചും ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വൈഡ് മിക്സ് ഓഫ് കൺസെപ്റ്റുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് മീഡിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ബുക്സിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് പറയാനുള്ളത് റേഡിയോസിനെ കുറിച്ചാണ്. അപ്പോൾ റേഡിയോ വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ബേസ്ഡ് റേഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻഫർമേഷൻസ്, ആന്ത്രപ്പോളജിസ്റ്റുകൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു വെഹിക്കിൾ ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം നമുക്ക് ഈ റേഡിയോയിൽ വരുന്ന ന്യൂസസ്, ആർട്ടിക്കിൾസ്, പല ആൾക്കാരുടെ ഇൻ്റർവ്യൂസ്, അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആന്ത്രപ്പോളജിസ്റ്റിന് വേണ്ടുന്ന ഒരു കൾച്ചറൽ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റേഡിയോയും ആന്ത്രപ്പോളജിസ്റ്റുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാസ് മീഡിയമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചും കൂടി എമേർജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതാണ് ഫ്രെഡ് എഗൻ്റെ ഒക്കെ ലെക്ചേഴ്സ്. അപ്പോൾ റേഡിയോ ലെക്ചേഴ്സും മറ്റുമൊക്കെ ഇതുപോലെ ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും ഈ മാസ് മീഡിയം യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ റേഡിയോയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് കാണും. ഈ പറഞ്ഞ പോലെ ഫ്രെഡ് എഗ്മാൻ്റെ ഒക്കെ പോലെയുള്ള ലെക്ചേഴ്സും അതെല്ലാം ആന്ത്രപ്പോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പോഷറാണ്. അതുപോലെ തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ടെലിവിഷൻ കുറച്ചും കൂടി എമേർജ് ചെയ്ത് വന്നു. അപ്പോൾ ടെലിവിഷൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC-യിലും അതുപോലെ തന്നെ മറ്റ് ചാനൽസിലും ഒക്കെ വരുന്ന പലതരത്തിലുള്ള കോമഡി ഡ്രാമ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ റിയാലിറ്റി ഷോസ്, പ്രോഗ്രാംസ്, അതെല്ലാം തന്നെ ഒരു തരത്തിൽ ആന്ത്രപ്പോളജിസ്റ്റുകൾക്ക് ഒരു എക്സ്പോഷർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ പല വ്യക്തികളുമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് ടെലിവിഷനിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഹിമാലയങ്ങൾ സാനുക്കളിലുള്ള യതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ PC ജോഷിയുടെ ഇൻ്റർവ്യൂ ഒക്കെ പല ഇന്ത്യൻ ചാനൽസിലും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്ത്യൻ ആർമി പോലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ആന്ത്രപ്പോളജിസ്റ്റുകളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. കുറച്ച് ആൾക്കാരുടെ പേരും എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന യൂണിറ്റ് ആണ്. കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.